നമ്മളിപ്പോൾ ഉള്ളത് മലപ്പട്ടം പഞ്ചായത്തിലെ അഡോപ്പുറത്താണ്. ഇവിടെ ഹൈമാവതി അമ്മ ഇവിടെ ഒരു കാർഷിക വിപ്ലവം തീർത്തിരിക്കുകയാണ്. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ പച്ചക്കറികളും സ്വന്തമായി വീട്ടുമുറ്റത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹൈമാവതി അമ്മ 70 വയസ്സുകാരിയുടെ ആയ കർഷകയെക്കുറിച്ചാണ് ഞങ്ങളിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. സാധാരണയായി നമ്മൾ ഒരു വീട്ടുമുറ്റത്ത് കാണുന്ന പച്ചക്കറി കൃഷികളല്ല നമ്മൾ ഈ മലപ്പട്ടം പഞ്ചായത്തിലെ അഡോപ്പുറത്ത് ഹൈമാവതി അമ്മയുടെ വീട്ടുമുറ്റത്ത് കാണുന്നത്. ഇവിടെ ബീട്രൂട്ടും ഉള്ളിയും ഉൾപ്പെടെ എല്ലാം തകൃതിയായി കൃഷി ചെയ്തിരിക്കുകയാണ് ഹൈമാവതി അമ്മ. 70കാരിയായ ഹൈമാവതി അമ്മ സോഷ്യൽ മീഡിയകളിലും ഇന്ന് താരമാണ്. ഇത് ബീറ്റ്റൂട്ട് കൃഷിയാണേ. ഇത് ഞാൻ എങ്ങനെയാണെന്ന് അടുത്ത വെച്ചാൽ അതിൻ്റെ ഒരു ബീറ്റ്റൂട്ടിൻ്റെ തൈ വാങ്ങിയിട്ട് ആദ്യം ഞാൻ ഇതിൻ്റെ തിരി വരുന്ന കണ്ടിട്ട് അത് അടിയെ മുറിച്ചിട്ട് കുറച്ച് നേരെ കൂടി മുറിച്ചിട്ട് നോക്കുമ്പോൾ അത് പൊടിച്ചെല്ലാം വന്ന് കുറച്ച് കഴിയുമ്പോൾ ഉണങ്ങിപ്പോൾ തീരെ ഇല്ലായിട്ട് ഞാൻ മുഴുവൻ വാങ്ങിയിട്ട് അതിൻ്റെ അടിയിൽ നിന്ന് കുറച്ചും കൂടി ചെത്തിക്കളഞ്ഞിട്ട് വെച്ച് നോക്കുമ്പോഴേക്കും ഇതിപ്പോൾ നല്ല ഉഷാറായിട്ട് കാണുന്നുണ്ട്. ഇത് വിജയിക്കുമെന്നുള്ളത് ഇക്കൊല്ലം കഴിഞ്ഞിട്ടാകുമ്പോൾ അടുത്തേന് പറയാം, അത്രേ ഉള്ളൂ. ഇനി 2-3 കൂടി ഇനി ഒന്ന് മുന്നേ വെച്ചിട്ട് നോക്കണം. കൊണ്ടുവന്നിട്ട് ഇത് മുറിച്ചിട്ട് നോക്കിയിട്ടാണ് ഇത് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്. എന്നാൽ ഞാൻ എല്ലാം തരുന്നത് ചകരിച്ചോറിലും പിന്നെ ഇങ്ങനെയുള്ള മറ്റുള്ള വളങ്ങളും കാടും പടലും ഇങ്ങനെല്ലാം മുറ്റത്ത് കാണുന്നില്ല, അതെല്ലാം വൈക്കി കൂട്ടിയിട്ടുണ്ട്. അതേപോലെയുള്ള എല്ലാ കാടുകളും കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ചകരിച്ചോറും വളവും അത് പിന്നെ പോട്ടി മിക്സ് ഇതാക്കി വെക്കും എല്ലാം കൂടി. പിന്നെ വേപ്പ് പിണ്ണാക്ക്, മറ്റേ പിന്നെ എല്ലുപൊടി, കുമ്മായം, പിന്നെ വളം, ഇതെല്ലാം കൂടിയാണ് ഞാൻ ചെയ്യുന്നത്. അതേപോലെ ചെയ്തിട്ടാണ് പിന്നെ ഇങ്ങനെ ഇതിപ്പം ഇത് കേവേജ് ഇത് പരിക്കാനായതാണ്. ഇതെന്നാച്ചാൽ പറ്റിയെന്നറിയാം. ഇനി ആ വളം ഞാൻ ചെറി ആക്കിയിട്ട് നല്ല ഉഷാറായതാണ്. അപ്പോൾ അത് ലേശാണ് പിറ്റേന്ന് വെള്ളം നനച്ചില്ല. മഴയിൽ നിന്ന് ചെറുങ്ങനെ പറയുന്നത് പറ്റിയില്ല. നല്ല കട്ടിയുള്ള നല്ല ഇതിലെ ശക്തികൾ ഇതല്ലേ, അത് ഒഴിച്ചുകൊണ്ട് രാവിലെ ഒഴിക്കുക. അതുകൊണ്ട് വെയിൽ കൊണ്ടുകൊണ്ട് ഇതിങ്ങനെ പാടിയ പോലെ ഞാൻ പിന്നെ രാവിലെ വൈകുന്നേരം വെള്ളം നനച്ചിട്ട് രക്ഷപ്പെടുത്തി. പക്ഷേ ഇത് കുറഞ്ഞു പോയി, ചെറിയ കായായിപ്പോയി. ഇതിലെല്ലാം നല്ല പൂവായിരിക്കും, നല്ല വലിയ പൂവായിരിക്കും. ഇതേപോലെ ഒരു ഇത് കണ്ടില്ലേ, ഇത് നല്ല ഉഷാറായിരിക്കും. അതേപോലെ ഇത് തീയഞ്ചേരി ഒതയോത്ത് വീട്ടിൽ ഹൈമാവതി അമ്മ, വയസ്സ് 70. അമ്മയുടെ കൃഷിരീതികൾ കണ്ടാണ് തുടക്കം. ബീട്രൂട്ട്, പയർ, വഴുതന, കാബേജ്, ഉള്ളി, ഉരുളക്കിഴങ്ങ് എന്ന് തുടങ്ങി എല്ലാതരം പച്ചക്കറികളും ഈ വീട്ടുമുറ്റത്ത് ഉത്പാദിപ്പിക്കും. എല്ലാം ചകിരിച്ചോറിലും മറ്റും ജൈവ കൃഷിരീതിയിൽ. ഞാൻ കഴിഞ്ഞ പോലെ ഒരു ഉലുവേനെ കൊണ്ടൊരു വളം ഉണ്ടാക്കി, ഒരു മരുന്നുണ്ടാക്കി. അത് കൊടുത്തതിന് ശേഷം പിന്നെ എനിക്ക് അതാണ് അതിൻ്റെ മരുന്ന്. അത് മാത്രമല്ല പല അതിൻ്റെ പച്ചിലേൻ്റെ മരുന്നും വളം കൊടുക്കുന്നതുകൊണ്ടാണ് എനിക്കിപ്പോൾ അങ്ങനെയുള്ള രോഗങ്ങൾ കുറവ്. ഒന്നിനും എല്ലാവരും കുറവാണ്. കാബേജ് ഉണ്ട്, വഴുതിനിയുണ്ട്, പിന്നെ കോളിഫ്ലവർ ഉണ്ട്, തക്കാളി ഉണ്ട്, പിന്നെ ബീറ്റ്റൂട്ട്, പിന്നെ ഉള്ളി കൃഷി, ചെറിയുള്ളിയും വെല്ലുള്ളിയും, പിന്നെ ചേമ്പ് കൃഷിയുണ്ട്, ചേന കൃഷിയുണ്ട്, പിന്നെ ഇനി ഇത് അവിടെ ഉള്ളി കൃഷി, പിന്നെ ഇഞ്ചി കൃഷിയുണ്ട്, മഞ്ഞളുടെ കൃഷിയുണ്ട്, പയറ് കൃഷിയുണ്ട്, പിന്നെ പേരക്ക അവിടെ നട്ടിട്ട് പേരക്കയുണ്ട്, ചെറുനാരം നട്ടിട്ടുണ്ട്, പിന്നെ മറ്റേ ഏർലി പ്ലാവ് നട്ടിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ഏർലി പ്ലാവാണ് അതെല്ലാം. അതുമല്ലാതെ പിന്നെ കപ്പ രണ്ട് വെറൈറ്റി ആയിട്ടാണ്, 3 വെറൈറ്റി ആയിട്ടാണ്. ഒന്ന് സാധാരണ കുതിരി കൂട്ടി വെക്കും പോലെ, ഒന്ന് പിന്നെ ചാക്കിൻ്റെ അകത്ത് നിറച്ചിട്ട് അടി തുരന്നിട്ട് അതിൻ്റെ അടിയിൽ കൊണ്ടെടുത്തിട്ട് അതിൻ്റെ അകത്ത് കുറെ തോലുമ്പാൾ ഇട്ടിട്ട് അതിൻ്റെ മേലെ വെക്കൽ. ശാരീരിക ബുദ്ധിമുട്ടുകൾ ഏറെ ഉണ്ടെങ്കിലും മലപ്പട്ടം പഞ്ചായത്തിലെ അഡുവാപ്പുറം 4-ാം വാർഡിലെ വീട്ടുപറമ്പിൽ തേനീച്ച കൃഷിയും റബ്ബർ ടാപ്പിങ്ങും എന്ന് വേണ്ട എല്ലാം ഹൈമാവതിക്ക് വഴങ്ങും. വീട്ടിൽ 95കാരിയായ അമ്മയോടൊപ്പമാണ് താമസം. അമ്മയുടെ പരിചരണത്തിൽ പ്രഥമ പരിഗണന നൽകുന്നു. മറ്റ് സഹായത്തിനായി ആരും തന്നെ ഇല്ല, എല്ലാം സ്വന്തമായി ചെയ്തു വരുന്നു. മലപ്പട്ടം കൃഷിഭവന്റെ പിന്തുണ കൂടി ഇപ്പോൾ ഹൈമാവതിയെ തേടി എത്തിത്തുടങ്ങി. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും വിത്ത് ഇറക്കുന്നത് മുതൽ വിളവെടുക്കുന്നത് വരെ ഹൈമാവതി കൃഷി ബ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിൽ അപ്പോൾ അപ്ലോഡ് ചെയ്യും. എല്ലാം സ്വന്തമായി ഷൂട്ടിങ്ങും ക്യാമറയും എഡിറ്റിങ്ങും എല്ലാം ഈ 70കാരിക്ക് മനപ്പാടമാണ്. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ ഞാൻ വീണ്ടും വരും. പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് എനിക്ക് സപ്പോർട്ട് തരണം. സപ്പോർട്ട് തരൽ മാത്രമല്ല, പിന്നെ നിങ്ങളെല്ലാവരും ലൈക്ക് അടിക്കുക, ഹൈപ്പ് അടിക്കുക. ലൈക്ക് അടിക്കുമ്പോൾ ഹൈപ്പ് വരും, ഹൈപ്പ് വന്നിട്ട് ഹൈപ്പും കൂടി അടിക്കണം. അതിൻ്റെ പോയിനും കൂടി എനിക്ക് കിട്ടണം.
പിന്നെ എന്താ വേണ്ടത് വെച്ചാൽ നിങ്ങളെല്ലാവരും സപ്പോർട്ടും എനിക്ക് വേണം. നിങ്ങളെല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുന്നവരും കമൻറ്റ് ചെയ്യുന്നവരും എല്ലാവരും ഉണ്ടെങ്കിൽ എല്ലാവരും പിന്നെ എനിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ. ഇങ്ങനെ സ്വന്തമായിട്ടൊരു ചാനൽ നിർമ്മിക്കാമെന്നും അതിലൂടെ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാമെന്നും കൃഷി രീതി പഠിപ്പിക്കാമെന്നുള്ള ഇത് എങ്ങനെയാണെന്നൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു? എൻ്റെ ഈ കൃഷി രീതിയും എൻ്റെ ഇതെല്ലാം കൊണ്ട് കാണുമ്പോൾ എൻ്റെ ഇളയമ്മേൻ്റെ ഒരു മോനുണ്ടായിരുന്നു. അവൻ പറഞ്ഞു എനിക്ക് നല്ലതാണ് യൂട്യൂബിൽ കയറിയാൽ നല്ല എനിക്ക് എല്ലാ കൃഷി എന്നോട് ചോദിക്കും, കൃഷിനെ പറ്റിയെല്ലാം ചോദിച്ചു. എൻ്റെ ഭാര്യ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ എല്ലാം ഇങ്ങനെ തത്ത പറയുമ്പോൾ പറഞ്ഞു കൊടുത്തു, എല്ലാം പറയേണ്ട എല്ലാം പറഞ്ഞു കൊടുത്തു. ഇന്ന പോലെ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്തരും. പറഞ്ഞു നീ കൃഷീൻ്റെ ഒരു ചാനൽ തുടങ്ങിക്കോ, നിനക്ക് അടിപൊളിയായിട്ട് പോകും, നീ എല്ലാ കൃഷിയും ചെയ്യുന്നില്ല. എനിക്ക് എല്ലാ പശുക്കളും അന്നേരം പശുവും കോഴിയും എല്ലാം ഉണ്ട്, എല്ലാ സംഗതിയുണ്ട്, മീനുണ്ട്, മത്സ്യമുണ്ട്, എല്ലാ കൃഷിയും ഉണ്ട്. അന്നേരം ഇതെല്ലാം നിനക്കുള്ള എനിക്കെല്ലാം ഇട്ട് കൊടുക്കാൻ കഴിയും, അതുകൊണ്ട് നീ അത് തുടങ്ങിക്കോന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ടപ്പോൾ നമുക്കതൊന്നും ആവില്ല, അറിയില്ല എന്നെല്ലാം പറഞ്ഞ് ഞാൻ വിട്ടു 2-3 കൊല്ലം കഴിഞ്ഞ ശേഷം എൻ്റെ അമ്മ, എൻ്റെ ആങ്ങളെ, എൻ്റെ ഏട്ടൻ്റെ ഭാര്യ, അവരും അവരെ പിന്നെ ഏടത്തിരി മോളും പിന്നെ അമ്മാവൻ്റെ മോളും എല്ലാം കൂടി 3 ആളും കൂടി അവരോട് ചാനൽ തുടങ്ങി. അവർ ചാനൽ തുടങ്ങിയാൽ എനിക്കും തോന്നി പിന്നെ എനക്കും തുടങ്ങി കാണലുണ്ട്. പക്ഷെ അവർക്ക് പിന്നെ ആരെങ്കിലും ചെയ്തു കൊടുക്കുന്നതാണ്. എനിക്ക് പിന്നെ അതൊന്നല്ല. അവർക്ക് പിന്നെ ഏട്ടൻ്റെ വരെയൊക്കെ പിന്നെ അങ്ങനെ എഴുതാൻ വായിക്കാനൊന്നും അറിയില്ല. ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് ചെയ്യുന്നത് മാത്രമേ അറിയുള്ളൂ. എന്നിട്ട് അവർ തുടങ്ങിയ ശേഷം എനിക്കും തോന്നി ഇനി എനിക്കും ചെയ്യാമല്ലോ എന്ന്. എൻ്റെ മോൻ്റെ ഭാര്യ പറയും കണ്ടാ അവരിങ്ങനെ ചെയ്തിട്ടെന്ന് പറയുമ്പോൾ എനക്കും അന്നേരം ഞാൻ നമുക്കൊന്ന് തുടങ്ങിയാൽ നല്ലത് തന്നെയായിരുന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലും ഇതില്ലല്ലോ, എന്തെങ്കിലും വരുമാനം കിട്ടുമല്ലോ എന്നുള്ളത് ഞാൻ തുടങ്ങിയ കാരണം. എന്താ വെച്ചാൽ നമുക്കും ജീവിക്കാൻ വയസ്സാകുമ്പോൾ എന്തെങ്കിലും കാര്യം വേണ്ടേ. ഞാൻ ഇത്രയും കാലം നല്ലപോലെ അധ്വാനിച്ചുണ്ടാക്കിയിട്ട് നല്ലപോലെ പൈസയും ഉണ്ടാക്കി, നല്ല പൈസ തന്നെ ഞാൻ അധ്വാനിക്കുമ്പോൾ എനിക്ക് ഉണ്ടാറുണ്ട്, വരലുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഞാൻ കല്ല് കൊത്തു മുതൽ പിന്നെ കല്ല് 12 കൊല്ലം 13 കൊല്ലം കല്ല് കൊത്തിച്ചിട്ട് വന്നതിന് പിന്നെ കുറേ വന്നതിന് ശേഷം കല്ലുകൊത്ത് കഴിഞ്ഞതിന് ശേഷം 2000 മുതലാണ് കല്ലുകൊത്ത് നിർത്തി. 1999 കല്ലുകൊത്ത് നിർത്തിയത്. അല്ല 2000 മുതൽ തന്നെ 2000 മുതൽ 99 കല്ലുകൊത്ത് നിർത്തി. അപ്പാട് ഞാൻ റബ്ബർ തോട്ടം പാട്ടെടുക്കാൻ തുടങ്ങി. റബ്ബർ ഷോട്ടറിനെടുക്കാൻ പറ്റി. ഷോട്ടറിനെടുത്ത് എങ്ങനെയും ജീവിതമാർഗം വേറൊന്നും വേണ്ടേ, വേറൊരു പണി കാണണ്ടേ, പൈസ വരുന്ന വരുമാനം വേണ്ടേ. അപ്പൊ ഈ പിന്നെ ഇതിപ്പം യൂട്യൂബിൽ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോൾ ചാനലായിട്ട് ആളുകൾ വിളിക്കലുണ്ട്, കൃഷിയുടെ സംശയങ്ങളൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ വിളിക്കലുണ്ട്? കൃഷിന്റെ ആരെങ്കിലും പറയുന്നുണ്ട്. നമ്മൾ ഇടുന്നല്ല, ഇങ്ങനെയല്ല, നമ്മൾ ഈ ലൈവിൽ ഇടുമ്പോൾ പറയും ഇങ്ങനെയെന്നാണ് നിങ്ങളിങ്ങനെ പിന്നെ എൻ്റെ കരിയേപ്പിലേക്ക് എങ്ങനെയായിരുന്നു അതങ്ങനെ പോയി. ഞാൻ കരിയേപ്പ് മരുന്ന് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളെ മരുന്ന് നല്ല മരുന്നാണെന്നെല്ലാം നല്ല മെസ്സേജെല്ലാം വരുന്നുണ്ട്, ഇഷ്ടംപോലെ വരുന്നുണ്ട്. ആൾക്കാരെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നല്ല സപ്പോർട്ടും നല്ല സ്നേഹമാണ്. നല്ല യൂട്യൂബിൽ വന്നതിന് ശേഷം ഞാൻ കുറേ കൊച്ചുമക്കളെയായിട്ടും മക്കളായിട്ടും എന്നെ എല്ലാവരും അമ്മാന്ന് വിളിക്കുക. ഇനി പ്രായമുള്ളവരും പറയും എന്നെ അമ്മാന്ന്, ഞാൻ അമ്മാന്ന്. എല്ലാവരും പരിചയപ്പെടൽ മാത്രമല്ല സ്നേഹം കിട്ടിയവരും. ഞാൻ ഓരോരോ ചാനലിലും പോയിട്ട് ലൈവിലെല്ലാം പോകുമ്പോൾ എന്നെ കൊണ്ട് പറയുന്നുണ്ടാവും അവര്. ഈ ചാനലിന്റെ പേര് എന്റെ ചാനലിന്റെ പേര് ഹൈമാവതി കൃഷി ബ്ലോഗ് എന്നാണ്. എല്ലാവർക്കും കൃഷിനെ പറ്റിയിട്ട് അറിയാനും എല്ലാവരും എന്ത് വേണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു കൊടുക്കാനും സംശയം തീർത്തു കൊടുക്കാനും എല്ലാം ഞാൻ ചെയ്യും. ഇനി അഥവാ അവർക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ അപ്പാടെ ഞാൻ വീഡിയോ വേറെ ഉണ്ടാക്കി ചെയ്തു കൊടുത്തിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കും. അങ്ങനെ ഓരോന്ന് വരുമ്പോൾ അങ്ങനെ ഞാൻ ചെയ്യല്. പിന്നെ അങ്ങനെ ആടുന്ന് തുടങ്ങിയതിന് ശേഷം പിന്നെ ഇതും തുടങ്ങിയ ശേഷമാണ് എനിക്ക് തോന്നിയെന്ന് അവരൊന്ന് ഒരു ഫോണ് പുതിയത് വാങ്ങിയിട്ട് തുടങ്ങാൻ നട്ടെന്ന് ഞാൻ കഴിഞ്ഞ ഒക്ടോബറിൽ ചെയ്തു. പിന്നെ വയസ്സുകാലത്താകുമ്പം നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം വേണമല്ലോ. കൃഷി മുറ്റത്തുള്ള കൃഷിയോട് മാത്രം അങ്ങനെ നമുക്ക് ഒപ്പിച്ച് ചെയ്യാന്ന് വെച്ചിട്ടാണ് എല്ലാ ദിവസവും ഓരോ വീഡിയോ ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. രാവിലെയും വൈകിട്ട് ഒരു 15 സെക്കൻഡുള്ള ഷോർട്ട് ഇടും. പിന്നെ ഉച്ചക്ക് 12 മണിക്ക് കൃത്യമായിട്ട് ഞാൻ പിന്നെ ലോങ് വീഡിയോ ഇടുന്നുണ്ട്. അത് കൃഷിന്റെ വീഡിയോ തന്നെയാണ്, വേറെ ഒന്നല്ല. പിന്നെ ചിലപ്പോൾ ഇടക്കൊക്കെ ഞാൻ പിന്നെ കുക്കിംഗ് വീഡിയോ ഇടും. അത് അവർ പറയും ഇന്നൊരു കുക്കിംഗ് വീഡിയോ ഇടുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഇടക്ക് കറി വെക്കുന്നത് എന്തെങ്കിലും അവർ പറഞ്ഞു തന്നിട്ടെങ്കിൽ ആ കറി വെക്കുന്നോ അല്ലെങ്കിൽ പായസം വെക്കുന്നോ എന്തെങ്കിലും അങ്ങനെയുള്ളതെല്ലാം ഞാൻ ഇട്ട് കൊടുക്കും. അങ്ങനെ അപ്പം ചുടുന്നതോ എല്ലാം ഞാൻ ഇട്ട് കൊടുക്കും. പിന്നെ പല ഇത് ഈ കർമൂസിനെ കൊണ്ടെല്ലാം പലഹാരം ഉണ്ടാക്കുന്നതെല്ലാം ഞാൻ കുറേ ഉണ്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ചക്കയിനെ കൊണ്ട് ഉണ്ടാക്കുന്നത് അങ്ങനെയെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഹൈമാവതി അമ്മ എൻ്റെ അങ്ങനെയാണ്. ഹൈമാവതി അമ്മേനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ, ഹൈമാവതി അമ്മേൻ്റെ വീഡിയോസ് എല്ലാവരും കാണണേ, അങ്ങനെയെല്ലാം ചെയ്ത് കൊടുക്കണേ. എൻ്റെത് കാണണേന്നല്ല അവർ പറയുന്നത്. ഹൈമാവതി അമ്മ ഒരു പ്രായമുള്ള ഒരു അമ്മ ഇത്രയും ഒരു വയസ്സായ അമ്മേനെയും നോക്കി ഈ കൃഷി എത്രയും ഒറ്റക്ക്, അത് മാത്രമല്ല കാലും വലിച്ചുകൊണ്ട് ഇങ്ങനെ വലിച്ചിട്ടില്ല ചെയ്യുന്നു. എന്നിട്ടും പിന്നെ ആ കൃഷിയുള്ള താല്പര്യം കാണിക്കും. ഇന്നുള്ളവരെല്ലാം ഫോണും വെച്ചിട്ട് കിടന്നുറങ്ങുമല്ലേ ചെയ്യുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് ആൾക്കാർ വളരെ പറയുന്നുണ്ട്. എല്ലാവരും പറയുന്നുണ്ട്. വന്നവരെല്ലാം എന്നോട് ഒരു അമ്മ വരണ്ട നമ്മളെ ലൈവ്, ഞാൻ എല്ലാവർക്കും സപ്പോർട്ട് കൊടുക്കും. എന്തുകൊണ്ട് വെച്ചാൽ നമുക്ക് ഇങ്ങോട്ട് സപ്പോർട്ട് നമ്മൾ കൊടുക്കണമല്ലോ. അങ്ങനെ നമ്മൾ അതിന് അത്രയും എല്ലാവരോടും നല്ല സ്നേഹത്തോടെ തന്നെ എല്ലാവരോടും പെരുമാറും. അങ്ങനെ അവർക്കെല്ലാം എന്നോട് ഭയങ്കര സ്നേഹം തന്നെയാണ്. നമ്മളിന്ന് ഹൈമാവതി അമ്മയുടെ കൃഷിത്തോട്ടമൊക്കെ കണ്ടു. പക്ഷെ എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഹൈമാവതി അമ്മയ്ക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കൃഷി രീതി മാത്രമല്ല, ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്.
അതായത് സ്വന്തമായിട്ട് യൂട്യൂബിൽ ഒരു ചാനൽ ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങളിലേക്ക് ഈ കൃഷിയുടെ രീതികൾ പഠിപ്പിക്കുകയും സംശയങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഒരു പുതുവഴി തേടിയാണ് ഹൈമാവതി അമ്മ കൃഷി നടത്തുന്നത് എന്നതാണ് നമ്മൾ ഈ കാണുന്ന കൃഷി രീതിയുടെ മറ്റൊരു പ്രത്യേകത. ക്യാമറമാൻ ഹരിയോടൊപ്പം വിനോദ് ജനാർദ്ദനൻ, നെയ്താര വിഷൻ.